ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് ഒരുപാട് പേർക്ക് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ സഹായിച്ച, അവർ അമ്മയാകാനായിട്ട് സഹായിച്ച ഒരു ടിപ്പിനെ പറ്റിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്കിത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ 100% നിങ്ങൾക്ക് പ്രഗ്നൻസി പോസിബിൾ ആണ് കേട്ടോ. അപ്പോൾ ഈ ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് ഫെർട്ടിലിറ്റി എക്സസൈസുകളെ പറ്റിയിട്ടാണ്. ഫെർട്ടിലിറ്റി എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ അമ്മയാകാനായിട്ടുള്ള സാധ്യത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന എക്സസൈസുകളാണ്. ഫെർട്ടിലിറ്റി എക്സസൈസുകൾ ചെയ്യുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ യൂട്രസിലോട്ടുള്ള, നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റങ്ങളിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. റീപ്രൊഡക്റ്റീവ് സിസ്റ്റംസ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഓവറീസ്, നമ്മുടെ യൂട്രസ്, നമ്മുടെ ഫലോപ്പിയൻ ട്യൂബ്, നമ്മുടെ സെർവിക്സ്, ഇങ്ങനെയുള്ള ഓരോ ഭാഗങ്ങളിലോട്ടും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുക എന്നുള്ളതാണ് ഫെർട്ടിലിറ്റി എക്സസൈസുകൾ കൊണ്ടും ഫെർട്ടിലിറ്റി യോഗ പോസുകൾ കൊണ്ടും മീൻ ചെയ്യുന്നത് കേട്ടോ. അതൊക്കെ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നു. അപ്പോൾ അതുപോലെയുള്ള ഒരുപാട് ഫെർട്ടിലിറ്റി എക്സസൈസുകളെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ദീജോസ് വേൾഡ് എന്ന ചാനൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാകും. പ്ലേലിസ്റ്റിൽ ഫെർട്ടിലിറ്റി എക്സസൈസ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഫെർട്ടിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എക്സസൈസുകളും ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോസ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള എക്സസൈസുകൾ ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ എക്സസൈസുകൾ ഓവുലേഷൻ സമയം വരെയും ചില എക്സസൈസുകൾ, അതായത് ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ് പോലുള്ളവയൊക്കെ നമ്മുടെ ആ ഒരു ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയങ്ങളിലും വരെയും നിങ്ങൾ ചെയ്യുന്നത് പ്രഗ്നൻസി എളുപ്പത്തിൽ പോസിബിൾ ആകാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. അതായത് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഇത് എത്ര നാൾ വരെ ചെയ്യാമെന്നുള്ളതും വീഡിയോസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു എക്സസൈസിനെ പറ്റിയിട്ടാണ്. ഇതിന്റെ പേര് ഫോർവേഡ് ബെൻഡ് പോസ്റ്റ്. അതായത് നമ്മൾ സീറ്റഡ് ഫോർവേഡ് ബെൻഡ് പോസ്. ഈ സീറ്റഡ് ഫോർവേഡ് ബെൻഡ് പോസ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും അതുപോലെ നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഓവറോൾ ഇൻക്രീസ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഫലോപ്പിയൻ ട്യൂബിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുക എന്ന് പറയുമ്പോഴേക്കും ഈ ഫലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ് നമ്മുടെ അണ്ടവും ബീജവും തമ്മിൽ ചേരുന്നത്. സ്പേം വന്ന് കാത്തു നിൽക്കുന്നത് ഫലോപ്പിയൻ ട്യൂബിലോട്ടാണ്. എഗ്ഗിനെ ക്യാച്ച് ചെയ്യുന്നത് ഫലോപ്പിയൻ ട്യൂബാണ്. അതുകൊണ്ട് അതിനകത്ത് വെച്ചിട്ടാണ് ഇവിടെ ബീജസങ്കലനം നടക്കുന്നത്. ബീജസങ്കലനം അതിനകത്തോട്ട് നടന്നതിന് ശേഷം നമ്മുടെ ഫലോപ്പിയൻ ട്യൂബ് ഇങ്ങനെ പുഷ് ചെയ്തിട്ടാണ് നമ്മുടെ യൂട്രസിന്റെ ക്യാവിറ്റിയിലോട്ട് ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗിനെ പറഞ്ഞു വിടുന്നത്. ഈ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഫക്റ്റ് അവിടെ നഷ്ടമായി കഴിഞ്ഞാലോ ഫലോപ്പിയൻ ട്യൂബിൽ എന്തെങ്കിലും സ്കാറോ ബ്ലോക്കേജോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാലോ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗിന് കൃത്യമായിട്ട് യൂട്രസിന്റെ ക്യാവിറ്റിയിലോട്ട് വരാനായിട്ട് സാധിക്കില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ബ്ലോക്കേജ് ആണ് അവിടെ ഉണ്ടാവുന്നതെങ്കിൽ അണ്ടവും ബീജവും തമ്മിൽ ചേരാനായിട്ട് സാധിക്കില്ല. അല്ലെങ്കിൽ സ്കാർ ആണ് അവിടെ ഉണ്ടാവുന്നതെങ്കിൽ അണ്ടവും ബീജവും തമ്മിൽ ചേർന്ന് കഴിഞ്ഞാലും ആ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗിന് ട്രാവൽ ചെയ്ത് യൂട്രസിലോട്ട് എത്താനായിട്ട് സാധിക്കില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇംപ്ലാന്റേഷൻ അവിടെ വെച്ച് തന്നെ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫലോപ്പിയൻ ട്യൂബിന് എത്രത്തോളം എഫിഷ്യൻസീസ് ഉണ്ടോ അതിനെ ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള എക്സസൈസുകൾ നമ്മളെ സഹായിക്കുന്നു. ഫലോപ്പിയൻ ട്യൂബിൽ എന്തെങ്കിലും ബ്ലോക്കേജ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്തവർക്കൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ വേറൊരു തരത്തിലുള്ള ടെസ്റ്റും ചെയ്യാതെ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റുകൾ എടുക്കുന്നവർക്കാണെങ്കിലും ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് 100% നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് കൊണ്ടുവന്ന് തരുന്നതിന് സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു ഓവറീസിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്നു. കാരണം ഏറ്റവും കൂടുതൽ ഇത് നമ്മുടെ ലോവർ അബ്ഡമൻ ഭാഗത്ത് ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് യൂട്രസിലോട്ടും നമ്മുടെ ഓവറീസിലോട്ടും ഒക്കെയുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നു. ഓവറീസിലോട്ടും യൂട്രസിലോട്ടും ഒക്കെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയാണെങ്കിൽ ക്വാളിറ്റിയുള്ള അണ്ടം കൃത്യമായിട്ട് വളർന്ന് മൂപ്പത്തി പൊട്ടുന്നതിന് വേണ്ടിയിട്ട് അത് സഹായിക്കുന്നു. അതുപോലെ തന്നെ എൻഡോമെട്രിയൽ ലൈനിങ് ഒക്കെ കൃത്യമായിട്ട് ഗ്രോ ആവുന്നതിന് വേണ്ടിയിട്ടും അതൊക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ദേ ഇവിടെ ഞാനൊരു ഇമേജ് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇമേജ് കൊടുത്തത് കേട്ടോ. ഈ ഇമേജ് പ്രകാരം നിങ്ങൾ നേരെ ഇരിക്കുക. ഒരു മാറ്റിലോ അല്ലെങ്കിൽ നല്ലൊരു ഫ്ലോറിലോ നിങ്ങൾ ഒരു തുണി വിരിച്ചിട്ട് നിങ്ങൾ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം മുട്ടുകാല് നമ്മൾ നേരെ വെച്ച് നമ്മുടെ കാൽപാദത്തിന്റെ അവിടെയായിട്ട് നമ്മുടെ കൈ മുട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ ആ ഒരു വയറിന്റെ ഭാഗം നല്ലതുപോലെ മടങ്ങി ആ കാല് നമ്മൾ കൈ വെച്ച് നമ്മൾ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത് നമ്മൾ പ്രോസസ്സ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴേക്കും ആദ്യം തന്നെ നമ്മൾ ഈ ഒരു പൊസിഷനിൽ ഇരുന്നിട്ട് കൈ മേളിലോട്ട് ഉയർത്തി നല്ലതുപോലെ ബ്രീത്ത് ഇൻ ചെയ്യുക. ശ്വാസം ഉള്ളിലോട്ട് വലിച്ചു വിട്ട്
സ്ലോലി നമ്മൾ ആ കാൽപാദത്തിൽ പിടിക്കാൻ പോകുന്നതിനനുസരിച്ച് ബ്രീത്ത് ഔട്ട് ചെയ്യുക, ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക, ദെൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ കാല് എത്രത്തോളം നമുക്ക് കൈ വെച്ച് ഹോൾഡ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. തുടക്കത്തിൽ ചെയ്യുന്നവർക്ക് ഒരിക്കലും പാദത്തിൽ പോയി ടച്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പം എത്രത്തോളമാണോ നമ്മുടെ കാല് നമ്മൾക്ക് കൈവിരൽ ഉപയോഗിച്ച് ടച്ച് ചെയ്യാൻ പറ്റുന്നത് അത്രയും വരെ മാത്രം നിങ്ങൾ ടച്ച് ചെയ്യുക. ഒരുപാട് പ്രഷർ എടുത്തിട്ട് നിങ്ങൾ ടച്ച് ചെയ്യാനായിട്ട് നോക്കുകയേ ചെയ്യരുത് കേട്ടോ. ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഒരു ദിവസം നിങ്ങൾ ഈ ഒരു എക്സസൈസ് ചെയ്യുക. അത് ചെയ്യുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം മാത്രം നിങ്ങൾ ടച്ച് ചെയ്യുക. രണ്ടാമത്തെ ദിവസം പിന്നെയും നിങ്ങൾ ഈ എക്സസൈസ് റിപ്പീറ്റ് ചെയ്യുക. അതിനുശേഷവും എത്രത്തോളം ടച്ച് ചെയ്യാൻ പറ്റുമോ അത്രയും മാത്രം. ടൈം നിങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾ കൂട്ടി കൊണ്ടുപോവുക. ഏറ്റവും മിനിമം നിങ്ങൾ 5 മിനിറ്റ് ചെയ്താൽ മതി. 5 മിനിറ്റ് പോലും നിങ്ങൾ കംഫർട്ടബിൾ അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾ കംഫർട്ടബിൾ ആവുന്നത് അല്ലാതായി തീരുന്നത് അവിടെ വെച്ചിട്ട് നിങ്ങൾ എക്സസൈസ് സ്റ്റോപ്പ് ചെയ്യുക കേട്ടോ. അതിനുശേഷം രണ്ടാമത്തെ ദിവസവും നിങ്ങളത് റിപ്പീറ്റ് ചെയ്യുക. മൂന്നാമത്തെ ദിവസവും നിങ്ങളത് റിപ്പീറ്റ് ചെയ്യുക. കുറച്ചങ്ങോട്ട് പോകുമ്പോഴേക്കും നിങ്ങൾക്ക് പാദത്തിനെ ടച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ ടച്ച് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരു ഷോൾ എടുത്തിട്ട് നമ്മൾ ഇപ്പോൾ കാലിങ്ങനെ ചുറ്റി നമ്മളിങ്ങനെ വലിഞ്ഞ് കയ്യിൽ പിടിക്കില്ലേ, അതേപോലെ നിങ്ങൾക്ക് അത് പിടിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു പ്രഷർ അവിടെ കിട്ടും. ആ ഒരു എഫക്റ്റ് കൊണ്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഈ എക്സസൈസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശരിക്കും ഈ ഒരു ഹിപ്പ് നല്ലതുപോലെ നമ്മുടെ അങ്ങോട്ട് വളയുക. ഈ ഒരു ഇമേജിൽ കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ വയറ് നമ്മുടെ ഒരു തുടയിൽ മുട്ടുന്ന രീതിക്ക് നമ്മൾ ഈ ഒരു എക്സസൈസ് ചെയ്യുക. നമ്മുടെ തല 2 പാദങ്ങളുടെയും ഇടയിലായിട്ട് കുമ്പിട്ട് വെക്കാനായിട്ടും നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. ഈ എക്സസൈസ് ഇതേ ഒരു രീതിക്ക് തന്നെ നമ്മൾ ചെയ്ത് നമ്മുടെ നടു നല്ലതുപോലെ വളഞ്ഞിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് ഈ ഭാഗത്തോട്ടുള്ള ഒരു ബ്ലഡ് സർക്കുലേഷൻ അവിടെ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അങ്ങനെ ഇത് നമുക്ക് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഈ സീറ്റഡ് ഫോർവേഡ് ബെൻഡ് പോസ് നമ്മളെ സഹായിക്കുന്നു. ഇനി എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയങ്ങൾക്ക് നമുക്ക് ഉത്തരം നോക്കാം കേട്ടോ. ഏറ്റവും ആദ്യത്തെ എന്ന് പറയുന്നത് എപ്പോൾ മുതൽ എപ്പോൾ വരെ ഈ ഒരു എക്സസൈസ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും പീരിയഡ്സ് കഴിഞ്ഞതിന് ശേഷമായിരിക്കണം. പീരിയഡ്സിന്റെ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് മൈൽഡ് ആയിട്ടുള്ള എക്സസൈസുകൾ. നമുക്ക് വാക്കിംഗ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ ബോഡി ഒന്ന് ഫീൽ ഗുഡ് ആയിട്ട് ഫീൽ ചെയ്യും. നമുക്ക് ആ സമയത്തുള്ള ആ അണ്ടമൊക്കെ വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ആ വാക്കിംഗ് ചെയ്യുന്നതിലൂടെ തന്നെ ഒരു എനർജി നമ്മളുടെ ശരീരത്തിന് കിട്ടും. അതിനുശേഷം ബ്ലീഡിംഗ് ഒക്കെ നിന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് എത്ര നാൾ വരെയും ചെയ്യാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓവുലേഷൻ ദിവസം വരെ മാത്രം നിങ്ങൾ ഈ എക്സസൈസ് ചെയ്താൽ മതിയായിരിക്കും കേട്ടോ. അതിനുശേഷം നിങ്ങളത് ചെയ്യാനായിട്ട് നോക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം നിങ്ങൾ ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ് ചെയ്യുക. അത് നിങ്ങൾ കാൽപാദം നല്ലതുപോലെ മതലിലോട്ട് ഉയർത്തി വെച്ചിട്ട് നമ്മുടെ ആ ഒരു നടുവിന്റെ ഭാഗമൊക്കെ കൃത്യമായിട്ട് മതലിൽ ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ് ചെയ്യുന്നത്. ആ എക്സസൈസ് നിങ്ങൾ ചെയ്താൽ മതിയായിരിക്കും. ഓവുലേഷൻ വരെയോ നിങ്ങൾക്ക് അടുത്ത പീരിയഡ്സ് വരുന്ന സമയം വരെയോ നിങ്ങൾക്ക് ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏത് സമയത്താണ് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമാണ്. നമുക്കിപ്പോൾ ജോലിക്ക് പോകാത്തവരൊക്കെ ആണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഏർലി മോർണിംഗിൽ നമ്മൾ എഴുന്നേറ്റിട്ട് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്. ഏർലി മോർണിംഗിലല്ല, നിങ്ങൾ സമയം എപ്പോഴാണോ ആ സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് ചെയ്യാൻ ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. അതല്ലാതെ നിങ്ങൾക്ക് രാവിലെ ബിസി ഷെഡ്യൂളാണ്, നിങ്ങൾക്ക് ഒട്ടും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല, സമയമില്ല എങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ച് ഒരു 2 മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത്തരത്തിലുള്ള എക്സസൈസ് ചെയ്യുക. നമ്മൾ വയറ് ഫുള്ളാക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരിക്കലും ബെനിഫിറ്റ് ഉണ്ടാവില്ല. നമുക്ക് വയറ് നീരി വീഴും, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് ഭക്ഷണം കഴിച്ച് ചുരുങ്ങിയത് ഒരു 2 മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷം എംപ്റ്റി സ്റ്റൊമക്കിൽ, അതാണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്. എംപ്റ്റി സ്റ്റൊമക്ക് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ആദ്യത്തെ ഒരു ഭക്ഷണം എടുത്താൽ ദഹിക്കുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ. അതിനുശേഷം നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നത് കൂടുതൽ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ ഒരു എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ഡിസ്കംഫർട്ടബിൾ ആണെങ്കിൽ, നമുക്ക് വേദനയുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള എക്സസൈസുകൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് 8 വാക്കിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. 8 വാക്കിങ്ങിനെ പറ്റിയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. 8 വാക്കിംഗ് ദി ചൂസ് വേൾഡ് എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതായിരിക്കും. ആ എക്സസൈസ് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെയുള്ള എക്സസൈസുകൾ ചെയ്യുക. അതുപോലെ ബട്ടർഫ്ലൈ എക്സസൈസ് ചെയ്യുക, മാലാസന ചെയ്യുക, അതുപോലെ ഫെർട്ടിലിറ്റി എക്സസൈസ് ആയിട്ടുള്ള ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ് ഒക്കെ ചെയ്യുക കേട്ടോ. ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ പ്രഗ്നന്റ് ആകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഓവുലേഷൻ ദിവസം വരെ മാത്രം നിങ്ങൾ ചെയ്യുക കേട്ടോ. പിന്നീട് അങ്ങോട്ടേക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാനാണ് പിന്നീട് ഒന്നുകൂടി പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിലോ, നമ്മൾ തമ്മിൽ ഓൾറെഡി ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടും അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിലോ, ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർ എത്രയാണോ നിങ്ങളുടെ കൃത്യം സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതിനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അതായത് ജനുവരിയിൽ നിങ്ങൾക്ക് ഒരു 1-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ, ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് 2-ാം തീയതിയാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ, ജനുവരി 1-നെ ഡേ 1 ആയിട്ടെടുത്ത് ഫെബ്രുവരി 2 വരെ എത്ര ദിവസമുണ്ടോ അത് എണ്ണി പറയുന്നതാണ് സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. ബ്ലീഡിങ് നടന്ന ദിവസം നിങ്ങൾ എടുത്താൽ മതിയാകും. സ്പോട്ടിങ് നടന്ന ദിവസം, അതായത് ചെറുതായിട്ടുള്ള ബ്രൗൺ ഡിസ്ചാർജോ ബ്രൗൺ കളറുള്ള സ്പോട്ടിങ്ങോ വന്ന ദിവസം നിങ്ങൾ എടുക്കേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, സൈക്കിൾ ലെങ്ത് ചോദിക്കുന്ന സമയത്ത് എന്നാണോ ഡേറ്റ് അത് നിങ്ങൾ മെൻഷൻ ചെയ്യാതിരിക്കുക. അതായത് ചില ആളുകൾ ജനുവരി 16, ഫെബ്രുവരി 14 അങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.